എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ഡയബറ്റിക്സിനെ കുറിച്ചാണ്. ഡയബറ്റിക്സ് വന്നാൽ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കുന്നതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഡയബറ്റീസിനെ മാനേജ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ ഈ മെഡിക്കൽ കെയർ ടീം, ഡയറ്റീഷ്യൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോരുത്തർ വന്ന് പ്രൈമറി ഇൻഫർമേഷൻസ് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ആഹാരം ഇന്നതേ കഴിക്കാവൂ, നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യണം, നിങ്ങൾ ആ ബ്ലഡ് ലെവൽ ഗ്ലൂക്കോമീറ്റർ വെച്ച് മോണിറ്റർ ചെയ്യുക, പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് മെഡിക്കൽ എക്സ്പെർട്ടുകൾ പറയും. പിന്നെ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതാണ്. അത് ആ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകാനിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ എക്സ്പെർട്ട് തരുന്ന അഡ്വൈസുകൾ അതേപോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, അത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്കിങ് പാടില്ല. ഇപ്പം ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് അനുവദനീയമല്ല. നമുക്ക് ഈ കാലിലേക്കുള്ള കാലക്രമേണ ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയും, ഫീറ്റിലേക്കുള്ള ഇത് വരും, കിഡ്നിക്ക് പ്രോബ്ലം വരും. ലോങ് ടൈം ഓവർനൈറ്റ് കൊണ്ടല്ല, കുറച്ച് നാൾ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരും, മേ ബി നിങ്ങൾക്ക് ബ്ലൈൻഡ്നെസ് ഹാപ്പൻ ചെയ്യാം, പ്രിമച്യൂർ ഡെത്തും ഹാപ്പൻ ചെയ്യും. സ്മോക്കിങ് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം ഡയബറ്റീസും സ്മോക്കിങ് കൂടെ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് പോകരുത്. സ്മോക്കിങ് പൊതുവേ നമ്മൾ നല്ല ഒരു ശീലമല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മൾ എല്ലാത്തിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന്. അത് എഴുതി വയ്ക്കുകയും ചെയ്യും, നമ്മൾ വലിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അത് നെർവ്സിനെയൊക്കെ ബാധിക്കും. ഗ്രാജ്വലി കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. മെഡിക്കൽ റിസർച്ചിൽ നിന്ന് അവർ കണ്ടെത്തിയ ഇതാണ്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഡയബറ്റീസ് വരുമ്പം കൂടെ വരുന്ന രണ്ട് ഇതാണ് ഈ കൊളസ്ട്രോളും ഈ ബ്ലഡ് പ്രഷറും. അത് നമ്മൾ മാനേജ് ചെയ്യണം. പ്രഷർ കൂടുമ്പോഴത്തേക്ക് ബ്ലഡ് വെസലൊക്കെ ഡാമേജ് ആകും. അതേപോലെ തന്നെ കൊളസ്ട്രോളും ലോങ് ടൈം ഇത് നമ്മുടെ ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങൾ വരും. ഇത് കൺട്രോൾഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മെഡിക്കൽ ഇതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള അവർ സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ള ഡയറ്റിങ്ങിൽ കൂടുതൽ ഉപ്പ് കഴിക്കരുത്, ദെൻ ഫാറ്റ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കണം, പിന്നെ റെഗുലർ എക്സസൈസ് വേണം, ഓവറായിട്ട് ആൽക്കഹോൾ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം. അറിഞ്ഞു വെച്ചിട്ടും നമ്മൾ അത് ചെയ്യുന്നു. അപ്പോഴാണ് ഈ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. ഇത് ഒരു ജീവിത ശൈലി രോഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ നിന്നും വന്ന ഒരു അസുഖമാണ്. പക്ഷെ അത് നമ്മുടെ ജീവിത രീതി കൊണ്ട് തന്നെ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ടാണ്. അല്ലാതെ മറ്റുള്ള മെഡിക്കൽ ടീമിന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അടുത്ത ഷെഡ്യൂൾ, നിങ്ങൾ
വർഷത്തിൽ ഒരു 2 തൊട്ട് 4 പ്രാവശ്യമെങ്കിലും പോയി ഒരു ചെക്കപ്പ് ചെക്കണം. ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെ, ഡയബറ്റീസിൻ്റെ ലെവൽ എങ്ങനെ, മറ്റ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ, നിങ്ങളെ ഫീറ്റിലെ നെർവ്സൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഫീറ്റിൽ ബ്ലഡിൻ്റെ ഫ്ലോ ഉണ്ടോ, സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെത്, റെറ്റിനയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ, മറ്റേ ഗ്ലൂക്കോമ, ദെൻ ഇങ്ങനെ കണ്ണിനെ സംബന്ധിക്കുന്ന, അപ്പോൾ അത് ഐ ചെക്കപ്പും ഒക്കെ റെഗുലറായിട്ട് നടത്തണം. അപ്പോൾ റെഗുലറായിട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷം ആയിട്ട് അല്ല, വളരെ വർഷമായിട്ട് നമ്മൾ കൊണ്ട് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒക്കാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് റെഗുലർ ചെക്കപ്പ് നടത്തണം. കണ്ണിൻ്റെ ആയിരുന്നാലും ഫീറ്റിൻ്റെ എന്തെങ്കിലും അപ്പം ഈ ഫീറ്റിലൊക്കെ സെൻസേഷൻ ഫീൽ ചെയ്യാത്തതെന്ന് ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൂടുമ്പോഴാണ് നമുക്ക് ഈ കാലിലൊക്കെ നമ്പ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് നല്ല രീതിയിൽ എക്സസൈസും ഡയറ്റിങ്ങും സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുക, സ്റ്റേ പോസിറ്റീവായിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ മെഡിക്കൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനേ പറ്റും. അവർക്ക് എവരുടെയിൽ നിങ്ങളോട് വന്ന് ഇന്നത് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതിൻ്റെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യണം. വർഷത്തിൽ 2-3 പ്രാവശ്യം പോയി 2 to 4 ടൈംസ് പോയി ചെക്കപ്പ് ചെയ്ത് ഷുഗർ ലെവലും ഷുഗറിൻ്റെ അവർ ചെല്ലുമ്പം ചോദിക്കും നിങ്ങളെ ഡയറ്റിങ് എങ്ങനെ, നിങ്ങളെ ആക്ടിവിറ്റീസ് വല്ലതും ഉണ്ടോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കും. എന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ പിന്നെ അതിൻ്റെ ഫർദർ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഇപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും വേഴ്സനായിട്ട് പോകും. മെഡിക്കൽ അഡ്വൈസ്, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവനാണ്. അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തെങ്കിലേ നമുക്ക് ഇതായിട്ട് വരത്തുള്ളൂ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ വാക്സിനുകളൊക്കെ കൃത്യമായിട്ട് വാക്സിനുകൾ എടുക്കണം. പ്രത്യേകിച്ച് ഈ അസുഖമൊക്കെ ഉള്ളവർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ അസുഖങ്ങളൊക്കെ വന്ന കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സീസണലി ഫ്ലൂ വാക്സിൻ, ദെൻ ന്യൂമോണിയ ഉള്ള വാക്സിൻസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ്. അതെന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ലെങ്കിൽ 60 years കഴിയുമ്പോൾ മെഡിക്കൽ ഇതുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അത് എടുക്കണം. പിന്നെ ചില വാക്സിൻസ് അവർ 10 years കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് ചെയ്തിട്ട് അപ്പം നമ്മളെ ബോഡി എപ്പോഴും വളരെ ഇമ്മ്യൂൺ സ്ട്രോങ് ആക്കി വെക്കണം. എന്തെങ്കിലുമൊക്കെ പ്രതിരോധം വളരെ കുറവായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ. ഹൈ ഡയബറ്റീസ് ഉള്ളവർക്ക് ബോഡി ഇമ്മ്യൂൺ വളരെ ലോ ആയിരിക്കും. അപ്പം ഈ ഫ്ലൂവും മറ്റുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റെഗുലറായിട്ട് വാക്സിൻ എടുക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പല്ല്. ഡയബറ്റീസ് ഉള്ളവർ അവരവരുടെ ടീത്ത് വളരെ ടേക്ക് കെയർ ചെയ്യണം. ഗം ഇൻഫെക്ഷനും ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് വരികയാണെങ്കിൽ അപ്പോൾ അത് അവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ പല്ലിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്, അത് എപ്പോഴും ക്ലീൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ നല്ലതുപോലെ പല്ല് ബ്രഷ് ചെയ്യണം. അത് എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും സോളൻ മറ്റേ റെഡിഷ് കളർ വല്ലതും ഉണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ആണ് പറയുന്നത്. അപ്പം പല്ല് വളരെ നല്ല ആയിട്ട് ഈ കോംപ്ലിക്കേഷൻ വരാതിരിക്കുന്നതിന് പല്ല് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഫീറ്റ് ശ്രദ്ധിക്കണം. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യണം. റെഗുലർ ചെക്കപ്പ് ചെയ്യണം. അടുത്ത ഈ പേ അറ്റൻഷൻ ടു യുവർ ഫീറ്റ്. കാല്. ഇപ്പോൾ ഈ ഷുഗർ ലെവൽ കൺട്രോൾ അല്ലാത്തവരുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാല് അവരുടെ ശരീരത്തിലുള്ളൊരു ഭാഗമാണെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്ത് നംനെസ് ഫീൽ ചെയ്യും. കാരണം അതിലുള്ള വെയിനിൽ കൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മുറിവൊക്കെ വന്നാലും ഉണങ്ങത്തില്ല. അവർക്ക് അതിൻ്റെ സെൻസ് ചെയ്യത്തുമില്ല, വേദന അനുഭവപ്പെടുത്തുമില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കാലൊക്കെ വളരെ ക്ലീനായിട്ട് നല്ലതുപോലെ ലോഷനൊക്കെ വെച്ച് കഴുകി നല്ല ജെൻറ്റിലായിട്ട് ഡ്രൈ ചെയ്യുക. ദെൻ
ചെരുപ്പൊന്നും ഇടാതെ അല്ലെങ്കിൽ ബെയറായിട്ടുള്ള ഫുഡുമായിട്ട് വെളിയിലോട്ടൊന്നും നടക്കാതിരിക്കുക. അപ്പോൾ ഈ ഇതിൽ കാലിൽ കോംപ്ലിക്കേഷൻ വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവസാനം വേറെ ഓപ്ഷനൊന്നും കാണത്തില്ല, കാല് കട്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അറിയത്തില്ല, ഇതങ്ങ് ഇൻഫെക്ഷൻ അങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയും ഒന്നും പറ്റില്ല, ഇനി അത് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളെന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആൽക്കഹോൾ ഇവർ പറയുന്നത് മോഡറേഷന് വേണ്ടി ഒരല്പം കുടിക്കാമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു പെഗും പെർ ഡേയിലും, ആണുങ്ങൾ ക്യാൻ അപ് ടു മാക്സിമം 2 അലൗഡാണ്. പക്ഷേ കുടിക്കാതെ ഇരിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഈ മരുന്നുകളൊക്കെ എടുക്കുന്നവരുണ്ട്, ഈ ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കുണ്ട്, ഇവർക്ക് ചിലപ്പോൾ ഈ ഷുഗർ ലെവലൊക്കെ വളരെ ലോ ആവാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് മദ്യപാനം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരോഗ്യത്തിന് അത് അത്ര നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അഥവാ കുടിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയെ കുടിക്കാവൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്ത എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സുകൾ. ചിലർക്ക് ഈ സ്ട്രെസ്സുകളൊക്കെ വന്നാൽ ഈ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിച്ചാലൊന്നും ചിലർക്ക് ആ ലെവൽ കൺട്രോളിൽ വരത്തില്ല. അപ്പം സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യുന്നതിനുള്ള ചില ടെക്നിക്കുകളൊക്കെ നിങ്ങൾ ചെയ്യണം. എപ്പോഴും വളരെ സ്റ്റേ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അപ്പം ഇതിൽ ഈ 10 കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഈ നിങ്ങൾക്ക് ഡയബറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹെൽത്തി അല്ലാതിരിക്കും. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും, സ്റ്റിൽ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന പോലുള്ള നല്ല ആക്റ്റീവായിട്ട് ജീവിക്കാം. പക്ഷേ നിങ്ങൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ മെഡിക്കൽ ടീം പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ ചെയ്യണം. നിങ്ങൾ എക്സർസൈസ് ചെയ്യണം, ഡയറ്റിൽ കൺട്രോൾ ചെയ്യണം, പിന്നെ മൈൻഡ് റിലാക്സ് ചെയ്ത് ജീവിക്കണം, റെഗുലറായിട്ട് പോയി ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അത് കിട്ടുന്ന എന്തെങ്കിലും ഇത് പറയുകയാണെങ്കിൽ അപ്പോഴേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തണം. കണ്ണ് ചെക്കപ്പ് ചെയ്യണം, കിഡ്നി എല്ലാം ഇതൊരു റെഗുലർ ചെക്കപ്പ്. ചെല്ലുമ്പം അവരെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകില്ല. അപ്പോൾ ഇതും എൻ്റെ ഒരു നിഗമനത്തിൽ വളരെ കുറച്ച് പേർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലുമൊക്കെ ഈ ഇതൊക്കെ എന്തെങ്കിലും ഉള്ളവർ അവർ വഴ്സനാക്കാതെ, കാരണം ഇത് കോംപ്ലിക്കേഷൻ ആയിപ്പോയാൽ പിന്നെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത് നമ്മുടെ പാർട്ട്, നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ടീം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കൂടുതൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ടെംപ്ടേഷൻസ് നമ്മൾ പലതുമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് തിന്നണം ഇത് തിന്നണം, നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഡിസിപ്ലിനും ഒരു കൺട്രോളും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പ്രശ്നമേ അല്ല. എത്ര വയസ്സ് വരെ വേണമെങ്കിലും ജീവിച്ചിരിക്കാം, കോംപ്ലിക്കേഷൻ വരില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.